എനിക്ക് വരുന്നൊരു കുഴപ്പം ഞാൻ പറഞ്ഞു തരാം. അതായത് ഞാനിപ്പോൾ ക്ലെയിമിന് അപ്രൂവൽ കൊടുത്തു. അതായത് ഞാൻ പറയാം നിങ്ങൾ ക്ലെയിം ചെയ്തോ എന്ന് പറയുകയാണെങ്കിൽ ഈ വാഹനം ഏത് ആക്സിഡൻറ്റാണ് ഉണ്ടായിരിക്കുന്നത് തട്ടി ഒന്ന് ക്ലെയിം ചെയ്യണം, സൈൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം എടുക്കാൻ സാധിക്കുമോ? കാരണം നമ്മുടെ പേരിലോട്ട് വാഹനം മാറ്റിയിട്ടില്ല. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കുകയാണ്. വാഹനം മേടിച്ചതിന് ശേഷം നമ്മുടെ പേരിലോട്ട് ആക്കുന്നതിന് മുമ്പ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് സങ്കല്പിക്കുക. അതായത് നമ്മുടെ വാഹനത്തിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം എടുക്കാൻ സാധിക്കുമോ? കാരണം നമ്മുടെ പേരിലോട്ട് വാഹനം മാറ്റിയിട്ടില്ല. അതായത് RC ഓണർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? അതായത് നമ്മുടെ പേരിലോട്ട് മാറ്റിയിട്ടില്ല, നമ്മൾ ഇൻഷുറൻസ് കമ്പനി കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവർ ചെയ്യത്തില്ലെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് സിനോൽ ജെയ്സൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹായ് രാകേഷ് ബ്രോ, ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുമ്പോൾ ഇൻഷുറൻസ് നമ്മുടെ പേരിലേക്ക് മാറ്റാതെ ക്ലെയിം ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞതിനായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു വാഹനം സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, നമുക്കൊരു ക്ലെയിം ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേര് മാറ്റാൻ കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ജസ്റ്റ് സങ്കല്പിക്കുക, എൻ്റെ നിന്നാണ് നിങ്ങളൊരു വാഹനം മേടിക്കുന്നത്. അപ്പം ആ വാഹനത്തിൻ്റെ RC ബുക്ക് എൻ്റെ പേരിലാണ്, ഇൻഷുറൻസ് എൻ്റെ പേരിലാണ്. ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ പേരിലായിരിക്കുന്ന സ്ഥിതിക്ക് ഞാൻ ഈ ഒരു വ്യക്തിക്ക്, അതായത് നിങ്ങൾക്ക് ഞാൻ വാഹനം വിൽക്കുകയാണ്, എൻ്റെ ഒരു വാഹനം ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്യുകയാണ്. സെയിൽ ലെറ്ററും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം എഴുതി കഴിഞ്ഞ് നമ്മൾ RC ബുക്ക് ചേഞ്ച് ചെയ്യാൻ കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു 2-3 ദിവസത്തെ ഡിലേ, അങ്ങനെ എന്തെങ്കിലും ഒരു ഡിലേ വന്നു എന്ന് വെക്കുക. ഇതിനിടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ അപ്രൂവൽ അല്ലെങ്കിൽ എൻ്റെ കൺസേൺ വെച്ച് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതായത് എൻ്റെ പേര് മാറ്റിയിട്ടില്ല, എൻ്റെ RC തന്നെയാണ് ഇരിക്കുന്നത്, എൻ്റെ ഇൻഷുറൻസ് തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് പേര് മാറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും അത് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതായത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് എൻ്റെ ID പ്രൂഫ് കൊടുത്ത് എനിക്കത് ക്ലെയിം ചെയ്യാൻ സാധിക്കും. എൻ്റെ സിഗ്നേച്ചർ, എൻ്റെ ID പ്രൂഫ് കൊടുത്ത് എനിക്കത് ക്ലെയിം ചെയ്യിക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ വില്ലിങ് അല്ല, അതായത് ഞാൻ എന്ന് പറയുന്നത് എനിക്കത് വില്ലിങ് അല്ല, ഇനി അതിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അവിടെ കൂടുതൽ ചോദ്യമോ പറച്ചിലോ ഒന്നും വരുന്നില്ല. ഞാൻ ആ വാഹനത്തിൻ്റെ ഓണറാണ്, എനിക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണം എന്നുള്ളത്. അതായത് ആ വാഹനം എനിക്ക് ഇൻഷുറൻസ് ക്ലെയിമിന് അപ്രൂവൽ കൊടുക്കണമെന്നുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു തീരുമാനം മാത്രമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരാളുടെ നിന്ന് വാഹനം മേടിക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ RC ബുക്ക് ചേഞ്ച് ചെയ്തോണം. RC ബുക്ക് ചേഞ്ച് ചെയ്താൽ മാത്രം പോരാ, RC ബുക്ക് ചേഞ്ച് ചെയ്യാൻ കൊടുത്തിട്ടുള്ള അക്നോളജ്മെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നമ്മുടെ ഇൻഷുറൻസും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അതല്ല, ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ആ വാഹനത്തിൻ്റെ ഓണറാണ്, ഞാൻ പറയാം ചെയ്യാൻ സാധിക്കത്തൊന്നുമില്ല, എൻ്റെ പേരിൽ ഇനി അങ്ങനെ നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അത് അത്രയേ ഉള്ളൂ. ഇവിടെ ഒരു കുഴപ്പം കൂടെ ഞാൻ പറഞ്ഞുതരാം. ആസ് എ ഓണർ, അതായത് ഞാൻ ആ വാഹനത്തിൻ്റെ ഓണർ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് വരുന്നൊരു കുഴപ്പം ഞാൻ പറഞ്ഞു തരാം. അതായത് ഞാനിപ്പോൾ ക്ലെയിമിന് അപ്രൂവൽ കൊടുത്തു. അതായത് ഞാൻ പറയാം നിങ്ങൾ ക്ലെയിം ചെയ്തോ എന്ന് പറയുകയാണെങ്കിൽ ഈ വാഹനം ഏത് ആക്സിഡൻറ്റാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ ഈ വാഹനം എൻ്റെ നിന്ന് മേടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ആസ് എ ഓണർ, ആ വാഹനത്തിൻ്റെ ഓണർ എന്ന നിലയ്ക്ക് എൻ്റെ വാഹനത്തിന് എന്ത് ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് ഞാൻ അറിയണം. ജസ്റ്റ് ഇപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറയാം വാഹനം ഒന്ന് ജസ്റ്റ് ഒരു മതിലിൽ തട്ടി ഒന്ന് ക്ലെയിം ചെയ്യണം, സൈൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ ഒരു മനുഷ്യനെ ചെന്ന് ഇടിക്കാം, കേസാകാം. ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കെതിരെയാണ് ആ കേസ് വരുന്നത്. കാരണം നിങ്ങളാണ് അറ്റ് പ്രസൻറ്റ് ആ RC ഓണർ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കഴിവതും ഞാനത് സപ്പോർട്ട് ചെയ്യാൻ പറയത്തില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ ആക്സിഡൻറ്റ് കണ്ടു, ചെറിയൊരു രീതിക്കുള്ളൊരു മൈനർ ക്ലെയിം മതി, അല്ലെങ്കിൽ മേജർ ക്ലെയിം വേണമെന്നുണ്ടെങ്കിലും വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് അപ്രൂവ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും അപ്രൂവ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പണി വരുന്ന വഴി നമ്മൾ അറിയത്തില്ല. ഒരുപാട് പേർക്ക് ഇതുപോലത്തെ പണി കിട്ടിയിട്ടുണ്ട്. കിട്ടിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുന്ന കൂടെ നിൽക്കുന്ന ആൾക്കാർ പണി തന്നതാണ്. പക്ഷേ അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് പോകരുത്. നിങ്ങൾക്ക് ജെന്യുവിനായിട്ട് വിശ്വാസമുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്കത് ജെന്യുവിനായിട്ട് തോന്നുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൂട്ടത്തിൽ നിന്ന് അവർക്കൊരു ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടി സഹായിക്കാൻ സാധിക്കും. പക്ഷേ അല്ലാത്ത പക്ഷമാണെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.